Download now. CC Learning app. എല്ലാവർക്കും നമസ്കാരം. CC ജനറൽ PSC ചാനലിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് ഷൈജു. എൻ്റെ പേര് അഭിഷേക്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, പുതിയൊരു സർക്കാർ അധികാരത്തിലേക്ക് കയറുവാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ PSC ഉദ്യോഗാർത്ഥികളെ സമീപിച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു കാലഘട്ടമാണ് അടുത്ത ഒരു 5 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ ചില ലിസ്റ്റുകൾക്കൊക്കെ നിയമന നിലകൾ വളരെ കുറവായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കണ്ടതാണ് അവസാന ഘട്ടങ്ങളിൽ. അപ്പോൾ ഇനി അടുത്ത പുതിയ ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കാൻ പോകുന്ന കുറച്ച് റാങ്ക് ലിസ്റ്റുകളുണ്ട്. അതേപോലെ ഒരു വർഷത്തിനുള്ളിൽ അവസാനിക്കാൻ പോകുന്ന കുറേ റാങ്ക് ലിസ്റ്റുകളൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ ഉദ്ദേശിച്ച അത്രയും നിയമനങ്ങൾ നടന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത റാങ്ക് ലിസ്റ്റ്, അടുത്തൊരു സർക്കാർ, അതായത് പുതിയ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന സമയത്താണ് പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ ഇതിനെ നോക്കിക്കാണാം? ഒരു PSC ഉദ്യോഗാർത്ഥി എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നമുക്കിതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്? സാർ, നമ്മൾ കഴിഞ്ഞ ഗവൺമെന്റ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഗവൺമെന്റ് ഒത്തിരി പ്രതീക്ഷകളുണ്ട്. ഒരു കഴിഞ്ഞ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടത്തിയ ഒരു ഗവൺമെന്റ് ആയിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ നിലവിലുള്ള UPSC റാങ്ക് ലിസ്റ്റ്, അതുപോലെ LPSC റാങ്ക് ലിസ്റ്റ്, അതോടൊപ്പം തന്നെ LD ക്ലർക്കിന്റെ റാങ്ക് ലിസ്റ്റിലൊക്കെ നിയമനം നല്ല രീതിയിൽ ഇഴയുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കണ്ടത്. അപ്പോൾ ഇനി ഉദ്യോഗാർത്ഥികളെല്ലാം ഈ ഒരു ഗവൺമെന്റ് നല്ല രീതിയിൽ പ്രതീക്ഷിക്കുകയാണ്. അത് വേഗത്തിലാകുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം. ഓക്കെ, അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഒരു പുതിയ ഗവൺമെന്റ് നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പം നമ്മുടെ മുമ്പിലേക്ക് 2026, അതായത് 2026 അവസാനത്തോടുകൂടി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് LDC, അതുപോലെ LGS ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട 2 തസ്തികകളാണ്. അതായത് സാധാരണക്കാരന്റെ IAS എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് LDC പരീക്ഷ. അപ്പോൾ നമ്മൾ ഭേദപ്പെട്ട നിയമനങ്ങൾ കഴിഞ്ഞ ലിസ്റ്റ് പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും ഈ അവസാന ഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുവിധപ്പെട്ട നിയമനങ്ങളൊക്കെ നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പ്രധാനമായിട്ടും ഉള്ള നമ്മുടെ രണ്ടാമത്തെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടുത്ത പുതിയൊരു സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്നതാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു നിവേദനമൊക്കെ സമർപ്പിക്കും, പെട്ടെന്ന് സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ, ഇഴയുന്ന റാങ്ക് ലിസ്റ്റിൽ അടുത്ത ഒരു 100 ദിവസത്തിനുള്ളിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെയാണ് ഇതിനകത്തേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് സാറിൻ്റെ ഒരു അഭിപ്രായം കൂടെ പറയാം. ഇപ്പോൾ നമുക്ക് ഏറ്റവും കുറവ് നിയമനങ്ങൾ നടക്കുന്ന ഒരു പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ ആയിരുന്നു. അത് ഒരു കാരണം വെച്ചാൽ കുട്ടികൾ കുറയുന്നുള്ള ഒരു റീസൺ കൂടിയുണ്ട്. അവിടെ ഒരു നല്ലൊരു നിയമനം നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു ആശ്വാസമാകും. ഇപ്പോൾ ഇംഗ്ലീഷ് ടീച്ചർ അങ്ങനെയുള്ള ഒത്തിരി വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതി, അതോടൊപ്പം തന്നെ LGS ഡിപ്പാർട്ട്മെന്റുകളിൽ ഇപ്പോൾ LGS എന്നുള്ള തസ്തിക നിർത്തലാക്കുമെന്ന രീതിയിലൊക്കെ കഴിഞ്ഞ ഗവൺമെന്റിന് ആലോചന ഉണ്ടായിരുന്നു. പക്ഷെ അത് നടപ്പിലായില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഉദ്യോഗാർത്ഥികൾക്ക് വിരുദ്ധമായിട്ടുള്ള തീരുമാനമൊന്നും ഈ ഒരു ഗവൺമെന്റ് എടുക്കില്ല എന്നാണ് ഒരു ഉദ്യോഗാർത്ഥികളുടെ പക്ഷത്ത് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ്. പിന്നെ നമുക്കുള്ള മറ്റൊരു സംശയം എന്ന് പറയുന്നത്, പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരുവാണ്. നമുക്കറിയാം പൊതുവെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 18 ലക്ഷം ഉദ്യോഗാർത്ഥികളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു പെൻഷൻ പ്രായ വർധനവിലേക്ക് സർക്കാർ കടക്കാനുള്ള ഒരു സാധ്യത എങ്ങനെ കാണുന്നു? അത് പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നിൽക്കുകയാണെങ്കിൽ ചെലവ് ചുരുക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ്. പക്ഷെ അത് ഒരു ഉദ്യോഗാർത്ഥിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഭയങ്കര വലിയ ദുരന്തമായിരിക്കും വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 18 ലക്ഷം പേരെയൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോകത്തില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ സിസ്റ്റത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സിസ്റ്റം എന്താണോ ചെയ്യുന്നത് നമ്മൾ അതിനകത്തേക്ക് മാക്സിമം നമ്മുടെ എഫോർട്ട് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് വലിയ പ്രതീക്ഷയോടെ മുമ്പോട്ട് പോവുക എന്നുള്ള കാര്യം മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്. അല്ലാതെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തില്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് ജോലി എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ, നിങ്ങൾ കുറച്ചും കൂടെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് സർക്കാരിലേക്ക് നിങ്ങളുടെ ഒഴിവുകളൊക്കെ എത്തിക്കുക. റാങ്ക് ഹോൾഡേഴ്സുമായിട്ട് കൂടുതൽ ടച്ച് നിലനിർത്തിക്കൊണ്ട് ഭേദപ്പെട്ട നിയമനങ്ങൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ള കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അടുത്തടുത്ത പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തയ്യാറെടുക്കുക എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടാണ് പുതിയൊരു സർക്കാരിനെ നമ്മൾ തീർച്ചയായിട്ടും മുമ്പിൽ കാണുന്നത്. നമ്മളെ സംബന്ധിച്ചോളം പഠനം കുറച്ചുകൂടി തീവ്രമാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത്. പുതിയ ഗവൺമെന്റ് വരുമ്പോൾ പുതിയ പദ്ധതികളും അതേപോലെ തന്നെ പുത്തൻ വേക്കൻസികളൊക്കെ ഒരുപക്ഷെ നല്ല രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാം. ഒരു ആക്ഷേപം എന്ന് പറയുന്നത് വേക്കൻസി കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നായിരുന്നു. ഇനിയുള്ള ഗവൺമെന്റ് ഒരുപക്ഷെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും.
സോ എല്ലാവരും പഠനം മുന്നോട്ട് തന്നെ കൊണ്ടുപോകുക, പഠനത്തിന്റെ ഗിയർ ചേഞ്ച് ചെയ്യുക. പ്രത്യേകിച്ച് നമുക്ക് LD ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, LGS വേരിയസ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, CPO WCPA പോലെയുള്ള എല്ലാ പരീക്ഷകളും നമുക്ക് മുന്നിലുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കണം എന്ന് പറയുന്നു. അതെ. ഇപ്പൊ പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ആഭ്യന്തര വകുപ്പിലൊക്കെ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണത്തൊക്കെ കൂടുതൽ നിയമനങ്ങളാണ് നമ്മൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് CPO, വിമൻ CPO, ഫയർ, എക്സൈസ് പോലുള്ള പരീക്ഷകൾ, ഈ പറയുന്ന നമ്മുടെ ഫോഴ്സ് ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കുറച്ചും കൂടെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കുക ഒക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ ഈ കഴിഞ്ഞ ദിവസം തോന്നുന്നു ഒരു ന്യൂസ് പേപ്പറിനകത്ത് കണ്ടായിരുന്നു ഫോഴ്സിലേക്ക് ആൾക്കാർ നിയമനം കുറയുകയാണ്. കാരണം കഴിഞ്ഞ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചോളം പോലീസുകാരുടെ അവരുടെ ജോലി ഭാരം ഭയങ്കര കൂടുതലായിരുന്നു. കാരണം ആളുകൾ കുറവായിരുന്നു ഫോഴ്സുകളിൽ. സോ ഈ ഒരു ഗവൺമെന്റ് വരുമ്പോൾ പോലീസ് അടക്കമുള്ള ഫോഴ്സ് തസ്തികകളിൽ നിയമനങ്ങൾ കൂടുതൽ നടക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ നമ്മൾ എല്ലാം വലിയ പ്രതീക്ഷയോടെയാണ് പുതിയൊരു സർക്കാരിനെ നമ്മൾ മുമ്പിൽ കാണുന്നത്. PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു സർക്കാരിലെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കട്ടെ എന്ന് നമ്മൾ വലിയ പ്രതീക്ഷ നമ്മൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ പരീക്ഷകൾക്ക് വേണ്ടി ഇപ്പം കമ്പനി ബോർഡ് LGS ഉൾപ്പെടെയുള്ള വിവിധ 10th ലെവൽ പരീക്ഷകൾ നടക്കുന്നു, അതേപോലെ +2 ലെവൽ പരീക്ഷകൾ നടക്കുന്നു, ഡിഗ്രി ലെവൽ പരീക്ഷകൾ നടക്കുന്നു. ഇനി അടുത്തടുത്ത വർഷങ്ങളിൽ ഏതൊക്കെ പരീക്ഷകൾ നടക്കാം എന്നുൾപ്പെടെയുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇവിടുത്തെ അധ്യാപകരുമായിട്ട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ള കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിൽ നിങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി പുതിയ സർക്കാരിനെ നോക്കി കണ്ടുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് അധ്യാപകരുമായിട്ട് സംസാരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് തയ്യാറെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം കൂടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്.